നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സ്വാദിഷ്ടവുമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ബ്രെഡ് എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് നല്ല ഫൈനായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു അളവിലൊരു ക്യാരറ്റാണ്, അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വളരെ ഫൈനായിട്ട് അരിഞ്ഞ സവാളയാണ്. അത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണേലും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ അളവിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസ് ആണ്. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത മയോണൈസ് ആണ്. ഇത് അത്യാവശ്യം കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന മയോണൈസ് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിലെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി ഇഷ്ടമുള്ള രീതിക്ക് അനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് എല്ലാം കൂടെ നല്ല ഈവനായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2-3 തണ്ട് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് വെക്കുന്നത് ഒരു 4 പീസ് ബ്രെഡാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് താല്പര്യം വീറ്റ് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അത് വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ നിന്നും നമ്മൾ ആദ്യം ഒരു 2 പീസ് ബ്രെഡാണ് എടുക്കേണ്ടത്. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഒരു പുഴുങ്ങിയ കോഴിമുട്ട അതൊന്ന് 2ആയിട്ടൊന്ന് കട്ടാക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസും എഗ്ഗും കൂടെയൊക്കെ ചേർന്ന ആ ഒരു മിക്സ് ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തത്തക്ക വിധം നമുക്ക് വെച്ച് കൊടുക്കാം. ഈവനായിട്ട് ഒരേപോലെ എല്ലാ സൈഡ്സിലും ഇത് എത്തുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തയ്യാറാക്കിയ കണക്കിന് ഇത് ഏകദേശം ഒരു 4 ബ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മയോണൈസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുത്തുക. അപ്പോൾ നമ്മൾ ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് കവറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബ്രെഡിലും ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിലൊന്ന് കവറാക്കിയിട്ടെടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവയൊന്ന് ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് ഒരല്പം ബട്ടർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വളരെ ചെറിയ രീതിയിലൊന്ന് പ്രസ്സാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തവയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 പീസ് ബ്രെഡും ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം അത്യാവശ്യം നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്ലിപ്പ് ചെയ്തിടാൻ പാടുള്ളൂ. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ബേൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തീയുടെ അളവ് എപ്പോഴും ക്രമീകരിച്ച് വെക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്നാക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പക്ഷേ ബേൺ ആകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ തീ മാക്സിമം കുറച്ച് വെച്ചതിന് ശേഷം ചെയ്യണമെന്ന് പറയുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കി കൊടുക്കാവുന്ന റെസിപ്പി. മയോണൈസ് കഴിവതും നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാവുന്നതാണ്. ഇതൊന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മയോണൈസിൽ നിങ്ങൾക്ക് മസ്റ്റാർഡ് പേസ്റ്റോ അങ്ങനെ എന്ത് വേണേലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ക്രഷ്ഡ് കുരുമുളകോ ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മയോണൈസിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയും തന്നെയുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണേലും ഇത് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മളുടെ റെസിപ്പിയൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മക്കൾക്ക് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ച് നോക്കാം. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യാനും
അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റ് ചെയ്ത് പറയാനും മറന്നു പോകരുത്. ഇൻഷാ അല്ലാ അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.